ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനാസ് ഫുഡ് റെസിപ്പീസ്. ഇന്ന് നമ്മുടെ ചാനലിൽ കൂടി ഒരു പഴയകാല റെസിപ്പിയാണ് ചെയ്യുന്നത്. ചാനൽ സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിൽ നിന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും, അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ നമുക്കൊക്കെ ചക്കപ്പഴം നന്നായിട്ട് ലഭിക്കുന്ന ഒരു സീസണാണ്. നമ്മൾ ചക്കപ്പഴം അടകൾ ഉണ്ടാക്കാറുണ്ട്. ഇന്നൊരു പഴയകാല രീതിയിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു സ്റ്റൈലിലാണ് നമ്മളിന്ന് ചക്കപ്പഴം അട ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 1.5 കപ്പ് വെള്ളം, കുറച്ച് നെയ്യ് കൂടി ഒഴിച്ച് ഉപ്പും ഒന്ന് തിളയ്ക്കാൻ വെച്ചിരിക്കുകയാണ്. ചക്കപ്പഴം 1 കപ്പോളം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. വരിക്ക ചക്കപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ പൊടിയിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. ഒത്തിരി കുറുക്കി എടുക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ പൊടി കുറുക്കുന്നത്. ചക്കപ്പഴം കൂടെ ചേർത്ത് കുഴയ്ക്കുമ്പോൾ കുറച്ച് നല്ലൊരു അയഞ്ഞ പരുവത്തിലാണ് ഇരിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള അട കിട്ടുന്നത്. ആവശ്യത്തിനൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ഫില്ലിങ് തയ്യാറാക്കാം. അതിന് വേണ്ടി കുറച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര നമുക്കെടുക്കാം. 3/4 കപ്പോളം ശർക്കര എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിൽ ഒന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര ഒന്ന് ഉരുകി വരുമ്പോൾ നമുക്ക് 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് കുക്കായി വന്നു കഴിയുമ്പോൾ ഇതിലോട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് കുറച്ച് അവൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവലിൻ്റെ കൂടെ 5-6 ചക്കപ്പഴം സ്ലൈസ് ചെയ്തും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് അവലുകളും നമ്മൾ ചേർത്തിട്ടുണ്ട്. ആ ഭാഗം ഒന്ന് വിട്ടു പോയിട്ടുണ്ട്. അവലും കൂടെ ചേർത്തിട്ടാണ് പഴയ കാലത്തുള്ള ഫില്ലിങ് റെഡിയാക്കിയിരുന്നത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടാറി വന്നിരിക്കുന്ന പൊടിയിലോട്ട് ചക്കപ്പഴം വേവിച്ചത് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇതിലോട്ട് കുറച്ച് ഉപ്പും ആവശ്യത്തിന് പഞ്ചസാരയും ചേർക്കാം. കാരണം പുളിപ്പുള്ള ചക്കപ്പഴമാണെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കുന്നത് നല്ലതായിരിക്കും. എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇടനയിലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വാഴയിലയും നമുക്ക് വേണമെങ്കിൽ എടുക്കാം. എല്ലാം നമുക്ക് മിക്സ് ഒന്ന് പരത്തി കൊടുക്കാം. ഇതിൽ നമുക്ക് ഫില്ലിങ് വെച്ച് മടക്കിയെടുക്കാം. നമുക്ക് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം. ചക്കപ്പഴം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. വളരെ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. സാധാരണ ചക്കപ്പഴ അട ഉണ്ടാക്കുന്നതിൽ കഴിഞ്ഞും കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാവരും ചക്കപ്പഴം ധാരാളം കിട്ടുന്ന സമയത്ത് ഇതുകൂടി ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.